ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പേപ്പർ സോപ്പിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കുക. ഇവിടെ ഒരു സ്പൈഡർമാനൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കണം, നമുക്ക് കാണാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ അവൻ്റെ കസിന് ആയി തന്നെയാണ്. അപ്പം നമ്മൾ പേപ്പർ സോപ്പ് അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് കുപ്പിയിലാക്കണ വീഡിയോ ഒക്കെ വരും കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ട്യൂസേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ട്യൂസേഴ്സ്. അപ്പം നമുക്കിങ്ങനെ ഞാൻ പേപ്പർ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു, ട്യൂസേഴ്സ് വെച്ച് കണ്ട് പേപ്പർ സോപ്പൊക്കെ എടുക്കണത്. അപ്പം നമ്മൾ ട്യൂസേഴ്സ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: 2 ഐസ്ക്രീം സ്റ്റിക്ക്, ഒരു റബ്ബർ ബാൻഡ്, ഒരു സിസറ്, പിന്നെ ഒരു പേപ്പർ മീൻസ് അങ്ങനത്തെ ഒരു പേപ്പർ, മുട്ടായി കടലാസോ അങ്ങനത്തെ എന്തെങ്കിലും മതി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് ഈ 2 ഭാഗം ഇങ്ങനെ മുറിക്കുക. നമുക്ക് മുറിക്കണ അടികളിടാം. അപ്പോൾ അതാ നമ്മളത് ഇവിടെ അങ്ങനെ ഈ 2 ഭാഗമായിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അതാ നമ്മൾ അതേമാതിരി 2 കോണും ഇതേമാതിരി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇപ്പോൾ ഇതാ ഒരേ അളവിലാട്ടോ കട്ട് ചെയ്തത്. ഇതാ ഇങ്ങനെയാണ്. അപ്പം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം. ഓക്കെ. അപ്പോൾ അത് ഒരു പേപ്പറോ അല്ലെങ്കിൽ മാസ്കിൻ്റെയോ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഇതേമാതിരി ഒന്ന് ഫോൾഡ് ചെയ്ത് കണ്ട് ഇങ്ങനെ വെക്കാം. അതിൻ്റെ മേലേക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്കും വെക്കുക. എന്നിട്ട് ഒന്ന് പച്ചിട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. അപ്പം നമുക്ക് ഒട്ടിച്ചിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ ട്യൂസേഴ്സ് ഇപ്പോൾ അത് ഞാൻ ടാപ്പൊക്കെ ഒട്ടിച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഈ ട്യൂസേഴ്സ് വെച്ചിട്ട് വേറെ ഒരു ട്യൂസേഴ്സ് എടുക്കാം കേട്ടോ. ഇതാ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഇതാ ഇങ്ങനെ ഇപ്പം ഞാൻ വിട്ടു. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം കേട്ടോ. അപ്പം ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഡ്രോയിങ്ങിനൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ള ആപ്പ് വെച്ചാൽ പിൻട്രസ്റ്റ് ആണ്. അപ്പം നമ്മുടെ പിൻട്രസ്റ്റ് കയറുക. ഇതാ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടാവും, അതിൽ സെർച്ച് ചെയ്താൽ മതി. നിനക്ക് ഏത് പിക്കാം? സ്പൈഡർമാൻ പ്രിൻ്റബിൾ ഫേസ് സ്റ്റിക്കർ ഇങ്ങനെ സെർച്ച് ചെയ്യാം. അപ്പോൾ അതാ നമുക്ക് കുറച്ച് വരും, അതിൽ ഒന്ന് ചൂസ് ചെയ്യാം. അപ്പം നമുക്ക് വേണ്ട പിക്ക് ഇതാണിപ്പം. അപ്പം ഇതെടുത്ത് കണ്ട് സേവ് കൊടുക്കുക. പ്രൊഫൈലൊന്നും വേണ്ട, സേവ് കൊടുത്താൽ മതി. പ്രൊഫൈൽ ഓക്കെ. അപ്പോൾ സേവ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ബാക്ക് അടിക്കാം. എന്നിട്ട് ഈ പറയുമ്പം ഈ സാധനം ഉണ്ടോ ഇത് പോവുക. അപ്പം നമുക്ക് ഏറ്റവും അടിയത്തത് കേട്ടോ, ഇത് പോയിട്ട് ഇപ്പം ഞാൻ ഇതിൽ സേവ് ചെയ്ത് വെച്ച കാര്യങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. കുറച്ച് എസ്തെറ്റിക്കും ജേണലിനെ പറ്റിയൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൽ. അപ്പം നമുക്ക് വേണ്ടത് ഇന്നാൾ നമ്മൾ ചൂസ് ചെയ്തതിന് ഇതായിരുന്നു, ഇന്ന് നമ്മൾ ഇതാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ചൂസ് ചെയ്ത സാധനം ഇതാണ്, നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. സേവ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ബാക്ക് അടിച്ചിട്ട് നമുക്കിത് വരച്ച് സ്റ്റിക്കാക്കിടാം. അപ്പം ഇതിൽ ഇങ്ങനെ വരും. അപ്പം നമ്മൾ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് ഉണ്ട്, അതെടുത്തുകൊണ്ട് എഡിറ്റ്, പിന്നെ ഷെയർ ദിസ് പിന്നെ കോപ്പി ലിങ്ക് ഡൗൺലോഡ് ഇമേജ്. ഞാൻ ഷെയർ ദിസ് പിന്നിൽ മോറെടുത്ത്
അപ്പം നമുക്ക് അല്ലെങ്കിൽ ഞങ്ങൾ വേറെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സ്റ്റിക്കർ വരച്ചങ്ങാണ്ട് ഇത് നമ്മളുണ്ടാക്കിയ ട്വിസേഴ്സിൻ്റെ മേലെ ഒട്ടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.